ചില സമയത്ത് ഈ നമുക്ക് തൃപ്തി തരുന്ന ബന്ധങ്ങൾ, നമുക്ക് തൃപ്തി തരുന്ന വ്യക്തികൾ, നമുക്ക് തൃപ്തി തരുന്ന ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ, പണം, എല്ലാം തൃപ്തി. വാട്ട് ഈസ് ബ്രെഡ് ദാറ്റ് ഇറ്റ് സാറ്റിസ്ഫൈസ് യു? നിന്നെ എന്ത് തൃപ്തിയാക്കുന്നു അതാണ് അപ്പം. അപ്പം നമ്മളെ തൃപ്തിയാക്കുന്ന കൊണ്ട് മാത്രമാണ് ജീവിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കും. ദാറ്റ് ഈസ് നോട്ട്. നീ ദൈവവേദനാണ്, ദൈവം നിങ്ങളെ തിരുത്തും. എന്താണ്? മനുഷ്യൻ നാളെ മരുഭൂമിയിലൂടെ വിട്ടത് എന്തിനാണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്നത് കൊണ്ട് മാത്രമല്ല. ഈശോ പറഞ്ഞ എന്താണ്? ഈ വെള്ളം കുടിക്കണം, ഇനി ദാഹിക്കും. 4:13 പറഞ്ഞില്ലേ? യോഹന്നാൻ്റെ പുസ്തകം 4:13 എന്താ പറഞ്ഞത്? ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. അപ്പോഴേ തൃപ്തിപ്പെടുത്തുന്നത് ഈ വെള്ളം കൊണ്ടാണെന്ന് ധരിച്ചാൽ നിനക്കിനിയും ദാഹമുണ്ടാകും. എന്തിനുള്ള ദാഹമാണത്? തിരുനാളിൻ്റെ മഹാദിനത്തിൽ അവർ എഴുന്നേരുതെന്ന് പറഞ്ഞു. ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ട്, കം ടു മീ, ദോസ് ഹു തേഴ്സ്റ്റ് കം ടു മീ. ദാഹിക്കുന്നവൻ എൻ്റെ അടുത്ത് വരും. യേശുക്രിസ്തുവിനെ റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. നീ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാനാണ്. നിനക്ക് പലതരത്തിലുള്ള വിശപ്പ്, തൃപ്തിപ്പെടുന്ന വ്യക്തികൾ, ബന്ധങ്ങൾ, സ്വന്തങ്ങളെല്ലാം ഇങ്ങനെ വിട്ടുവിട്ട് പോകുമ്പോൾ, അപ്പം കൈമോശം വരുമ്പോൾ നീ മനസ്സിലാക്കണം, അപ്പമെന്ന് പറയണത് പിതാക്കന്മാർ മരുഭൂമി വെച്ച് മഞ്ഞ ഭക്ഷിച്ചു. അതുപോലെ അല്ല ഈ അപ്പം എന്ന് പറയുമ്പോൾ, മോശ അല്ല അപ്പം തരുന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് അപ്പം തരുന്നത് എന്ന് പറയുമ്പോൾ, സ്വർഗസ്ഥനായ പിതാവ് തരുന്ന അപ്പം യേശുക്രിസ്തുവാണെങ്കിൽ ആ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് രക്ഷപ്രാപിക്കാൻ വേണ്ടി നിന്നോട് പറയുമ്പോൾ നീ ഓർക്കേണ്ടത് എന്താണ്? നിന്നെ തൃപ്തിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, വ്യക്തികൾ, ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നിന്നെ തോൽപ്പിക്കുമ്പോൾ ഓർക്കുക, ഈ അപ്പം കഴിച്ചാൽ മക്കൾ എത്ര സ്നേഹിച്ചാലും നമ്മൾ വയസ്സാകും, ഇല്ലേ? മക്കൾ എത്ര തന്നാലും ചിലപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്ക് തയ്യാതമുണ്ട് വരും. ഈ അപ്പം കഴിക്കുന്നവൻ ഇനിയും വിശക്കും, ഇനിയും ദാഹിക്കും. ഞാൻ തരുന്ന അപ്പം കഴിക്കുന്നവന് അതാണ്. ഞാൻ തരുന്ന അപ്പം എന്താണ്? യേശുക്രിസ്തുവിനെയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഈ ജീവിത മരുഭൂമി അനുഭവങ്ങളിലൂടെ, ഈ ആഗ്നേയ സർപ്പങ്ങളും തേളുകളുമുള്ള മരുഭൂമിയിലൂടെ ദൈവം നമ്മളെ നയിക്കുന്നത്. എന്തിനാണ്? നിങ്ങളെ എളിമപ്പെടുത്താനും. അതാണ് വാക്ക്. നിയമാർത്ഥം 8:2 വാക്കെന്താണ്? ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ നിങ്ങളെ തൃപ്തിപ്പെടുന്ന സാഹചര്യങ്ങൾ, വ്യക്തികൾ, സ്വന്തങ്ങൾ, ബന്ധങ്ങളെല്ലാം ദൈവം കൈവെക്കുമ്പോൾ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടത്, പിന്നെ എന്താണ്? ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണെങ്കിൽ ദൈവ പൈതലേ വചനത്തിലേക്ക് പിന്തിരിയുക, യേശുവിനെ സ്വീകരിക്കാനാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. സങ്കടപ്പെട്ട് വെറുതെ ഇരുന്ന് അത് ഇതും കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല. വിഷമം വരണ സമയത്ത് കർത്താവിൻ്റെ വചനം എടുത്ത് വായിക്കണം. തേളുകളും ആഗ്നേയ സർപ്പങ്ങളും നിന്നെ വേട്ടയാടുമ്പോൾ മരുഭൂമിയിലൂടെ നീ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നീ ഏകസ്ഥനായിപ്പോയി, ആർക്കും നിന്നെ വേണ്ട എന്ന് എല്ലാവർക്കും, എനിക്ക് എന്നെ ഉപയോഗം ഉണ്ടായിരുന്ന കാലങ്ങളിൽ എല്ലാവർക്കും എന്നെ വേണമായിരുന്നു. ഇപ്പം അവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നീ ഡിപ്രൈവ്ഡായി പോയിട്ടുണ്ടെങ്കിൽ നീ വിഷമിക്കേണ്ട കാര്യമില്ല. എന്തിനാണ്? മനുഷ്യൻ അപ്പം കൊണ്ട്, ദൈവത്തിനും മനുഷ്യനോട് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. കാര്യം എന്താണ്? നിന്നെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല നീ ജീവിക്കേണ്ടത്. നിന്നെ തൃപ്തിപ്പെടുത്തേണ്ടത്, ഇതെന്തെല്ലാം നിന്നെ തൃപ്തിപ്പെടുത്തിയാലും ഈ വെള്ളം കുടിക്കണതിന് ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടി ഒരിക്കലും ദാഹിക്കത്തില്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കൊണ്ടാണ് നിൻ്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തേണ്ടത്. അതുകൊണ്ടാണ് റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് സേവ്ഡ്. യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് നിന്നെ മരുഭൂമിയിലൂടെ നയിക്കുന്നത്. എന്തിനാണ്? യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി ബേസിക്കായിട്ട് വാട്ട് യു നീഡ്, അതിനാണ് നിന്നെ എളിമപ്പെടുത്തണത്. നിന്നെ എളിമപ്പെടുത്താനാണ് ഈ മരുഭൂമി അനുഭവങ്ങൾ. അത് ദൈവം ചെയ്യണ ജോലിയാണ്. അത് യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവം ചെയ്യുന്ന എളിമപ്പെടുത്തലുണ്ട്, മനുഷ്യൻ ചെയ്യുന്ന എളിമപ്പെടുത്തലുണ്ട്, നമ്മൾ തന്നെ ചെയ്യേണ്ട എളിമപ്പെടുത്തലുണ്ട്. ഇതെല്ലാത്തിൻ്റെ ലക്ഷ്യം എന്താണ്? യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വചനം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ കൊണ്ടുകൂടിയാണ് നീ ജീവിക്കണമെന്നാണ് നിയമാവർത്തനം 8:2-3 പറയണത്. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ നിന്റെ ശരീരം എനിക്കു നൽകാൻ. എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, അപ്പോഴാണ് അതിനാണ് ഉയർത്തപ്പെടുന്നത് ഒരു പ്രോസസ്സാണ്. എന്ന് വെച്ചാൽ നമ്മളെ താഴ്ത്തുന്നത് ആരൊക്കെയാണ്? നമ്മൾ തന്നെ നമ്മളെ താഴ്ത്തണമെന്ന് പറഞ്ഞു ഇല്ലേ? നമ്മുടെ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 23:12 തന്നെത്താൻ താഴ്ത്തുന്നവൻ ആണ് ഉയർത്തപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഉയർത്തപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ താഴ്ത്തപ്പെടുന്നതെന്നാണ് ബൈബിളിൻ്റെ ഒരു ഫോർമുല, ഒരു ആധ്യാത്മിക പ്രക്രിയ എന്ന് പറയണത്. അതാണ് മത്തായി 23:12 തന്നെത്താൻ. അപ്പം താഴ്ത്തുന്ന ആരെല്ലാമാണ്? നമ്മൾ തന്നെ നമ്മളെ താഴ്ത്തണമെന്ന് പറഞ്ഞു. പിന്നെ ദ എൻ്റയർ കമ്മ്യൂണിറ്റി, സമൂഹം നമ്മളെ താഴ്ത്തും, മനുഷ്യർ. അതാണ് ഐസയ 53:3. മനുഷ്യർ അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്തുവെന്ന്. അപ്പോൾ യേശുവിനോട് സാരൂപ്യം പ്രാപിക്കാൻ വേണ്ടി ഇതുപോലെ എൻ്റെ കമ്മ്യൂണിറ്റി ചില സമയത്ത് സമ്മർദ്ദത്തിലാക്കും നമ്മളെ. അപ്പോഴതിൻ്റെ ഉദ്ദേശം എന്താണ്? യേശുവിലേക്ക് തിരിയാൻ വേണ്ടിയുള്ള സമ്മർദ്ദങ്ങളാണ് ജീവിതത്തിൽ വരണത്. പിന്നെ എന്താണ്? ദൈവം തന്നെ നമ്മളെ മരുഭൂമിയിലൂടെ നയിക്കും. അതാണ് അവിടുന്ന് പറയണത്. നിയമാവർത്തനം 8:2-3 എന്താ പറയണത്? അവിടുന്ന് നിങ്ങളെ മരുഭൂമിയിലേക്ക്. അപ്പോൾ 3 തരത്തിലാണ് താഴ്ത്ത പ്രക്രിയ നടക്കണത്. എന്തിനാണ് താഴ്ത്ത പ്രക്രിയ നടക്കണത്? എന്തിനാണ് ഇങ്ങനെ? ഇത് 3 യേശുവിൻ്റെ നാമത്തിൽ ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? യേശുവിൻ്റെ നാമത്തിൽ നമ്മൾക്കും ഉയർച്ച ഉണ്ടാകും. കത്തിയാൽ ഓർക്കണം, ഉയർത്തി വെക്കാനാണെന്ന് ഓർക്കണം. ഉള്ളം കത്താൻ അനുഭവങ്ങൾ എന്തുമാത്രമുണ്ട്? കൊളുത്തപ്പെട്ട ഓർക്കണം, എടുത്ത് വെക്കപ്പെടാനാണെന്ന് ഓർക്കണം. അതാണ് മർക്കോസിൻ്റെ സുവിശേഷമല്ലേ? സ്തുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ ആരാധന ആരാധന ആരാധന, ഹല്ലേലൂയ 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 വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5:15 വിളക്ക് കൊളുത്തുന്നത് പീഠത്തിന്മേൽ എടുത്ത് വെക്കാനാണ്. അപ്പം കൊളുത്തപ്പെടുന്ന അവസ്ഥ, ഉള്ളം കത്തുന്ന അവസ്ഥ നമുക്കുണ്ടാവും. അപ്പോഴേ ദൈവം ഉദ്ദേശിക്കണത് എന്തിനാ? പീഠത്തിന്മേൽ എടുത്ത് വെക്കണത് എന്തിനാണ്? വീട്ടിലുള്ള എല്ലാവർക്കും വെളിച്ചം കാണാനാണ്. നിൻ്റെ വെളിച്ചം മനുഷ്യരുടെ മുമ്പിൽ വീശാൻ വേണ്ടിയാണ് നിന്നെ കത്തിക്കണത് ദൈവം. അതിനെ എളിമപ്പെടുത്തുക എന്നുള്ള വാക്കിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് കത്തിക്കുക എന്നുള്ളത്. നിൻ്റെ അഭിമാനത്തെ കത്തിക്കും, ആരോഗ്യത്തെ കത്തിക്കും, സമ്പത്തിനെ കത്തിക്കും, മൊത്തം കത്തിക്കും. നിന്നെ വിളക്കാക്കി മാറ്റും, പീഠത്തിൽ എടുത്തു വെക്കും, എല്ലാവർക്കും വെളിച്ചം കിട്ടാൻ. കാര്യം എന്താണ്? എല്ലാവർക്കും നിന്നെ കത്തിച്ച് കഴിയുമ്പോൾ നീ ആരായി മാറും? നീ ക്രിസ്തുവായി മാറും. കാര്യം ക്രിസ്തുവാണ് ലോകത്തിന്റെ പ്രകാശം. സ്തുതിക്കട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനങ്ങൾ ജീവിതത്തിൻ്റെ തകർച്ചകളെ ലോകത്തിൻ്റെ മേൽ വിജയം കൈവരിക്കാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മേൽ വിജയം വരിക്കുന്ന വലിയ വിശ്വാസത്തിൻ്റെ സുവിശേഷ സാക്ഷികളാകാൻ ദൈവം നമ്മളെ വചനത്തിലൂടെ ഒരുക്കിയായിരുന്നു. ഇനി ഒരു നിമിഷം ജീവിത പ്രതിസന്ധികളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്.
പതിനായിരക്കണക്കിന് മനുഷ്യരെ ജീവിതത്തിൻ്റെ ദുരന്ത സമയത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഉടമ്പടി ചെയ്ത് ഈശോയുടെ അനുഗ്രഹം പ്രാപിച്ച് സാക്ഷ്യം പറഞ്ഞ അൾത്താരയിലാണ് അച്ഛൻ നിൽക്കുന്നത്. നിങ്ങൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഈ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളവരാണെന്ന് ഓർക്കണം. കൃപാസനം ലോക്ക്ഡൗണെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇവിടെ ഭംഗിയായി കർത്താവിൻ്റെ കൃപയിൽ ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഈടുവെപ്പിൽ നിന്നാണ് എൻ്റെ മക്കൾക്ക് എപ്പോഴും അനുഗ്രഹം പ്രാപിക്കാൻ പോകുന്നത്. ശരീരത്തിൻ്റെ വ്യത്യസ്തമായ സ്ഥലങ്ങൾ അച്ഛൻ പറയും ഇപ്പോഴേ. അപ്പോൾ അവിടെയെല്ലാം നിങ്ങൾ എപ്പോഴും യേശുനാമത്തിൽ രോഗമുള്ളവരെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി പല തരത്തില് തകർന്നിരിക്കുന്നവര്, പീഡ അനുഭവിക്കുന്നവര്, സങ്കടപ്പെടുന്നവരെ എല്ലാ മക്കൾക്ക് വേണ്ടി അമ്മേ പരിശുദ്ധമേ മാധ്യസ്ഥം വഹിക്കണമേ. ഈ ധ്യാനം ഈ ആഴ്ച മുഴുവനും പല പ്രാവശ്യം കൂടാൻ സാധ്യതയുള്ള എല്ലാ മക്കളെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുമുറിവാർന്ന വലത് കരത്താൽ ആണിപ്പെടുതാണെന്ന അത്ഭുത കരത്താൽ അവരെ സ്പർശിക്കണമേ. യേശു നാമത്തിലെ മാരക രോഗങ്ങള് വേദികള് മാറിപ്പോകട്ടെ. എൻ്റെ പേര് ബാബു എന്നാണ്. ഞങ്ങൾ കോട്ടയത്താണ് ഞങ്ങളുടെ വീട്. വൈഫിൻ്റെ പേര് മിനി വർഗീസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ മാനേജറാണ്. ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് തൃശ്ശൂരാണ്. 2019 ഏപ്രിൽ 24 ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഈ ഉടമ്പടി എടുക്കാനായിട്ട് ഈ ദിവ്യ മണ്ണിലേക്ക് ഇറങ്ങി അന്ന് തുടങ്ങി ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ കൃപയാൽ നിരവധിയായ അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ റീസെൻ്റായിട്ട് ദൈവമാതാവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുവാനാണ് ഞങ്ങളിപ്പോൾ എത്തിയത്. എനിക്ക് അതികഠിനമായ പനി ബാധിച്ച് ഒരു വൈകുന്നേരം അതികഠിനമായ പനിയും ദേഹാസ്വസ്ഥതയും ഉണ്ടായി. ആ സമയത്ത് ആശുപത്രിയിലേക്ക് പോകുന്നതിനെക്കുറിച്ചാണ് ആദ്യം ആലോചിച്ചത്. പക്ഷേ എൻ്റെ ഭാര്യ മിനി ആശുപത്രിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ദൈവമാതാവിൻ്റെ തൈലവും ഉണ്ട്. വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലം ഔഷധമായിട്ട് എൻ്റെ ദേഹത്തും നെറ്റിയിലും പുരട്ടിയതിന് ഫലമായിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറി. ദൈവമാതാവിന് നന്ദി. കൂടാതെ ഞാൻ റെയിൽവേയിലെ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു ചെറിയൊരു സ്വഭാവം, എന്നോട് ആര് സഹായം ചോദിച്ചാലും എനിക്ക് പറ്റാവുന്ന സഹായങ്ങൾ ആണെങ്കിൽ പോലും ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ പോലും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ റെയിൽവേയുടെ റിസർവേഷൻ ഓഫീസർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ടിക്കറ്റ് വളരെ അത്യാവശ്യമായിട്ട് സാറേ എങ്ങനെയെങ്കിലും ഒരു ടിക്കറ്റ് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാനത് എന്തെങ്കിലും അവൈലബിലിറ്റിയിൽ നിന്ന് നമ്മൾ നോക്കിക്കൊണ്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും സീനിയർ സിറ്റിസൻ്റെ കോട്ടയോ അത് ലേഡീസ് കോട്ടയോ അങ്ങനെ ഏതെങ്കിലും ബെർത്തുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അവരെ സഹായിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു 3 ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തു. ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തപ്പോൾ
ഞങ്ങളുടെ നിയമം അനുസരിച്ച് ഈ ടിക്കറ്റുകൾ ഞങ്ങളുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്യാനുണ്ടായ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മുഴുവൻ പൈസയും റെയിൽവേക്ക് അടയ്ക്കാനുള്ള പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ പൈസ ആയിട്ട് വരുമ്പോൾ എനിക്ക് ടിക്കറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങേര് ഉദ്ദേശിച്ചത് 2 ദിവസം കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യാനാണ്. പക്ഷേ ഞങ്ങൾക്ക് കൗണ്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ഈ പൈസയും എല്ലാം കറക്റ്റായിരിക്കണം. പക്ഷേ ഇദ്ദേഹം അത് വീട്ടിൽ ചെന്നിട്ട് എന്നെ വിളിച്ച് പറയുന്നത്, ഇപ്പം എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായില്ല, ഞാനതുകൊണ്ട് തിരിച്ചിങ്ങ് പോന്നു, സാറത് കയ്യിൽ നിന്ന് വെച്ചിട്ട് ടിക്കറ്റ് തരുമ്പോൾ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടിക്കറ്റ് ഞാൻ എൻ്റെ കൈവശം വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഓഫീസ് ഇൻസ്പെക്ഷന് ഞങ്ങളുടെ ഓഫീസർ വന്നു. ഓഫീസർ വന്നു കഴിയുമ്പോൾ ഈ ടിക്കറ്റ് എൻ്റെ ഓഫീസിൽ ഇരിക്കുന്നതും അദ്ദേഹം അത് പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ റെയിൽവേ നിയമം അനുസരിച്ച് വലിയൊരു തെറ്റാണത്. നമ്മളെ ഓൺ ദി സ്പോട്ടിൽ ഡിസ്മിസ് ചെയ്യാനോ സസ്പെൻഡ് ചെയ്യാനോ ഒക്കെയുള്ള അധികാരമുള്ള ആളാണ് ഈ ടിക്കറ്റ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തോട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ഞാൻ ദൈവമാതാവിനെ മുറുകെ പിടിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ അവസ്ഥയിൽ എനിക്ക് ഇതിൽ നിന്നൊരു മോചനം അല്ലെങ്കിൽ ഇതിനെ എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ള മുട്ടിപ്പായിട്ടൊന്ന് പ്രാർത്ഥിച്ച് അടുത്ത ദിവസം തന്നെ എന്നെ ഞങ്ങളുടെ ഡിവിഷണൽ ഓഫീസിലേക്ക് വിളിപ്പിച്ചു, എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറഞ്ഞു. അവിടെ സാധാരണഗതിയിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ആ ഓഫീസർ എല്ലാവരെയും ചാടിക്കടിച്ച് നമ്മൾ ഭയങ്കര ഷോർട്ട് ചെയ്യുന്നൊരു ഓഫീസറാണ്. പക്ഷേ ഞാൻ കാശ് രൂപവും ഉപ്പുമായിട്ടാണ് പോയിരുന്നത്. പക്ഷേ കാശ് രൂപത്തിൽ പിടിച്ച് ഓഫീസറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അകത്തിടുകയും അദ്ദേഹത്തോട് എൻ്റെ കാര്യം പറയുകയും ചെയ്തു. വളരെ സൗമനസ്യമായിട്ട് അദ്ദേഹം യാതൊരു പ്രകോപനം കൂടാതെ ഞാൻ പറഞ്ഞ് കേൾക്കുകയും അദ്ദേഹം ആ കേസ് ഇനി മേലാൽ ആവർത്തിക്കരുത്, ഇത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നുള്ളൊരു ഉപദേശം നൽകി ആ കേസിൽ നിന്ന് എന്നെ വളരെ ചെറിയൊരു ശിക്ഷ നടപടിയായിട്ട് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു തന്നു. അത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കൂടാതെ ഞങ്ങൾ ഭവനമില്ലാതെ വേദനിക്കുന്ന ഒരു കുടുംബത്തെ സഹായിക്കണം എന്നൊരാഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ 2019 തുടങ്ങി ഉടമ്പടിയിലുള്ളവരായതുകൊണ്ടും പിന്നെ ഞങ്ങളിങ്ങനെ ചെറിയ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള താല്പര്യവും കാണിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് പലപ്പോഴും അവർക്ക് മരുന്ന് മേടിക്കാൻ പൈസയില്ല, അതല്ലെങ്കിൽ ഇങ്ങനെ വാടക കൊടുക്കാൻ പൈസ ഇല്ലയെന്ന് കൂടുമ്പോൾ ഞങ്ങൾ കുറേ കാലമായിട്ട് അവർക്ക് വാടക ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് വാടക കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ ആലോചിച്ചു ഇവർക്ക് സ്വന്തമായിട്ടൊരു ഭവനം വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളൊരു ചെറിയൊരു 3 സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ ഒരാൾക്ക് അഡ്വാൻസായിട്ട് 1 ലക്ഷം രൂപ കൊടുത്തു. ഈ 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആധാരവും നടക്കുന്നില്ല, സ്ഥലവും കിട്ടുന്നില്ല. ഈ അവസ്ഥയിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ പൈസയാണെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ള കൃപ തരണേ. അപ്പോൾ 1 ലക്ഷം രൂപ അത്രയും ചെറിയൊരു എമൗണ്ട് അല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ മാതാവിനോട് അത് മുട്ടിപ്പായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു 80,000 രൂപ ഞങ്ങൾക്ക് അദ്ദേഹം തിരിച്ചു തന്നു. ബാക്കി പൈസ കിട്ടിയില്ല. അത് കിട്ടുമെന്ന് തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ കിട്ടുമെന്ന് തന്നെ ഞങ്ങൾ ആശിക്കുന്നു. കൂടാതെ ഞങ്ങൾ ഈ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ അന്വേഷിച്ചു. അവർക്ക് ഞാനും ഭാര്യയും എൻ്റെ 2 മക്കളും ജോലിയുള്ളവരാണ്. അപ്പോൾ അവരോടൊക്കെ ഞങ്ങൾ ആലോചിച്ചു നമുക്ക് കുടുംബത്തെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തു. ഞങ്ങൾ തീരുമാനിച്ചത് ഒരു 8 ലക്ഷം രൂപയ്ക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ളൊരു വീട് പണിത് അതിൽ വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോൾ അത് വെച്ച് ഞങ്ങൾ മാതാവിനോട് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ കുടുംബത്തിന് അവർക്ക് യോജിച്ച അവരുടെ സ്ഥലത്ത് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ദേവാലയത്തോട് ചേർന്ന് തന്നെ അവർക്ക് ദേവാലയത്തിൽ എല്ലാ ദിവസവും പോയി കുർബാന കാണാവുന്ന അത്രയും അടുത്ത് ദൈവമാതാവിൻ്റെ കൃപയാൽ അവർക്ക് നല്ലൊരു ഭവനം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഭവനം നൽകി ദൈവമാതാവ് അനുഗ്രഹിച്ചു. കൂടാതെ അതിൻ്റെ ഏറ്റവും ഞങ്ങൾ പ്രതീക്ഷിച്ച അതേ തുകയ്ക്ക് തന്നെ മാതാവ് അത് നടത്തി തന്നു എന്നുള്ളതാണ്. 1 രൂപ പോലും ഞങ്ങൾക്ക് കൂടുതൽ കണ്ടെത്തേണ്ടി വന്നില്ല, 1 രൂപ പോലും ഞങ്ങൾക്ക് കുറയ്ക്കേണ്ടി വന്നില്ല. അത്രയും കൃത്യമായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ വെച്ചാൽ ഞങ്ങൾ ആദ്യം കണ്ടുപിടിച്ച സ്ഥലം അവർക്ക് യോജിച്ചതല്ല എന്ന് മാതാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു.
അത് അവർക്ക് താമസയോഗ്യമല്ലാത്ത സ്ഥലമാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി മാതാവ് ഞങ്ങളെ തട്ടി മാറ്റിയതാണ്. അപ്പോൾ ഇപ്പോൾ അവർക്ക് യോജിച്ച ദൈവമാതാവ് അനുഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയത്. അവർക്ക് ആ ഭവനം ഞങ്ങൾ കൊടുത്തു. അതിനൊരു കൃപ നൽകിയ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കൂടാതെ ഇനി എൻ്റെ വൈഫിനുണ്ടായ കൃപകളാണ്. വൈഫ് ഞങ്ങൾ ഉടമ്പടിയിൽ പുതുക്കുമ്പോൾ ആത്മീയ വളർച്ചയാണ് ഞങ്ങൾ കൂടുതൽ ആഗ്രഹിച്ചെഴുതാറ്. അതുകൊണ്ട് ഭൗതിക നിയോഗങ്ങൾ അധികം ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളിൽ വയ്ക്കാറില്ല. ആത്മീയമായിട്ട് ഞങ്ങളെ ഒത്തിരിയേറെ കർത്താവ് വളർത്തിയിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തി ചെയ്യാനും പ്രേക്ഷിത വേല ചെയ്യാനും ഒരുപാട് കർത്താവ് ഞങ്ങളെ ഉയർത്തി. പരിശുദ്ധാമ്മ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോകാൻ മടിയുള്ളവരായിരുന്നു. പക്ഷേ ദിവസവും പള്ളിയിൽ പോയി കുർബാന കാണുവാനും അടിക്കടി കുമ്പസാരിക്കുവാനുമുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നു. എൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് 2024 ട്രാൻസ്ഫർ കിട്ടിയ ബ്രാഞ്ച് അതികഠിനമായ ജോലി ബാധ്യതയുള്ളൊരു ബ്രാഞ്ചായിരുന്നു. എനിക്ക് വൈകിട്ട് വളരെ ലേറ്റായിട്ട് പുറപ്പെട്ടാലും എൻ്റെ ജോലികൾ തീർത്തിട്ടോ ഒരു സംതൃപ്തിയോടെ ആയിരിക്കില്ല ഞാൻ പോന്നിരുന്നത്. ഞാൻ ഓരോ ദിവസവും എണ്ണിയാണ് ബ്രാഞ്ചിൽ പോയിക്കൊണ്ടിരുന്നത്. 1 വർഷം മിനിമം അവിടെ വർക്ക് ചെയ്താൽ മാത്രമേ ട്രാൻസ്ഫർ സാധ്യമാകുമായിരുന്നുള്ളൂ. ഞാൻ ഒരിക്കലും ട്രാൻസ്ഫർ എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല. അത് നിയോഗം വെച്ചില്ല. അത് കർത്താവിനോട് ചോദിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചോദിച്ചില്ല. പക്ഷേ അത്ഭുതകരമായിട്ട് മാതാവിൻ്റെ ഇടപെടലിലൂടെ ഈശോ എന്നെ തൊട്ടടുത്തുള്ള വളരെ സൗകര്യപ്രദമായ ഒരു ബ്രാഞ്ചിലേക്ക് എന്നെ മാറ്റി തരികയും കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം എന്നിൽ ഉറപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല അതിനുശേഷം ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ കുറച്ച് ദൂരെയുള്ള മറ്റൊരു ബ്രാഞ്ചിലേക്ക് ഡെപ്യൂട്ടേഷനായിട്ട് പോകാമോ എന്ന് എന്നോട് തന്നെ എൻ്റെ HR മാനേജരും ഞങ്ങളുടെ റീജിയൻ മാനേജരും ചോദിക്കുകയും എനിക്ക് ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് ആ ബ്രാഞ്ചിൽ പോകാൻ. നല്ല ദൂരമുണ്ട്, എനിക്ക് പരിചയക്കുറവുണ്ട്. അവിടുത്തെ ബ്രാഞ്ച് മാനേജർ മെറ്റേണിറ്റി ലീവിലാണ്. അപ്പോൾ അവിടെ പകരം ഒരാൾ പോകാനില്ല. അപ്പം മാഡം പോകുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോകാം എന്ന് പറഞ്ഞു. എനിക്ക് യാതൊരു അറിവും ആ സ്ഥാനത്തെപ്പറ്റി ഉണ്ടായിട്ടല്ല. അതെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷെ കർത്താവിൽ ആശ്രയിച്ച് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് സത്യത്തിൽ ലോൺ പ്രോസസ്സിങ് ഞാൻ അധികം ചെയ്ത പരിചയം എനിക്കില്ല. പക്ഷേ അവിടെ ചെന്നപ്പോൾ എന്നെ കാത്തിരുന്നത് പെൻഡിങ്ങുള്ള നെൽകർഷകരുടെ ഒരു 100ഓളം ലോൺ 100-150ഓളം ലോൺ അപേക്ഷകളാണ്. എനിക്ക് മുൻപരിചയമില്ലാത്തൊരു മേഖല. പക്ഷെ ദൈവകൃപയാൽ നിശ്ചിത സമയപരിധി കൊണ്ട് എനിക്കത് പൂർത്തിയാക്കാനായിട്ട് കർത്താവ് എനിക്ക് കൃപ നൽകി. മാത്രമല്ല ആ 3 മാസങ്ങൾക്ക് ശേഷം എന്നെ പുതിയൊരു ബ്രാഞ്ചിലേക്ക് എൻ്റെ ട്രാൻസ്ഫർ ഡ്യൂ ആയി. ആ റീജിയനിൽ നിന്ന് ഞാൻ മാറി അടുത്ത റീജിയനിലാണ് പിന്നെ ഞാൻ വർക്ക് ചെയ്യേണ്ടത്. എനിക്ക് പുതിയൊരു ബ്രാഞ്ചിലേക്ക് മാറ്റം കിട്ടി. അവിടെ ഞാൻ ബ്രാഞ്ച് മാനേജറായിട്ടാണ് എനിക്ക് പോസ്റ്റിംഗ് വന്നത്. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കർത്താവിനെ ഒരുക്കുകയായിരുന്നു എന്ന്. ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ ഇതേ കൃഷിക്കാരുടെ 200ഓളം വായ്പ അപേക്ഷകൾ അവിടെ കെട്ടിക്കിടക്കുകയാണ്. സത്യത്തിൽ ഈ 3 മാസത്തെ പരിചയം എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ എന്നെ കർത്താവ് എന്നെ പരിശീലിപ്പിക്കുകയായിരുന്നു എന്ന് എനിക്കപ്പോൾ മനസ്സിലായി. ദൈവകൃപയാൽ ആ അപേക്ഷകളുടെ 180-180ഓളം അപേക്ഷകൾ ഞങ്ങൾ പൂർത്തിയാക്കി കർഷകർക്ക് അധികം വൈകിക്കാതെ പൈസ കൊടുക്കാനും അവർക്കൊരാശ്വാസം കൊടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. മാത്രമല്ല ഞാനൊരു ഓഫീസർ എന്ന നിലയിൽ ഏറ്റവും ഭയപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങളാണ് കർത്താവ് എപ്പോഴും എനിക്ക് തരുന്നത്. പ്രത്യേകമായിട്ട് ഓഡിറ്റിംഗ് അതികഠിനമായിരിക്കും. രാത്രി 11 മണി വരെ നമ്മൾക്ക് പലപ്പോഴും ജോലി ചെയ്യേണ്ടി വരും. തുടർച്ചയായ 10ഓളം ദിവസം ഇങ്ങനെ തന്നെയായിരിക്കും അവസ്ഥ. അത് കഴിഞ്ഞ് അതിൻ്റെ കംപ്ലയിൻസ് വർക്ക്, ഇതെല്ലാം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ജോലികളാണ്. പക്ഷേ എൻ്റെ പുതിയ ബ്രാഞ്ചിൽ ഞാൻ ചെന്നപ്പോൾ എന്നെ കാത്തിരുന്നത് ഇതേ ഓഡിറ്റിംഗ് ആയിരുന്നു. ഞാൻ ചെന്ന 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ കൃത്യം ഓഡിറ്റിംഗ് തുടങ്ങി.
ദൈവകൃപയാൽ അതികഠിനമായിരുന്നു എനിക്ക് ആ സമയമെങ്കിലും അത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ്സ് കൊടുക്കാൻ ഇത് അതിനേക്കാൾ ഞാൻ ഭയപ്പെടുന്നതാണ്. പക്ഷെ കർത്താവ് എന്നെ ആ കഠിനമായ പരിശീലനത്തിലൂടെ എന്നെ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതെന്നെ ആത്മീയമായിട്ട് നന്നായിട്ട് വളർത്തുന്നുണ്ട്. കർത്താവിലുള്ള ആശ്രയത്വം എന്നിൽ നന്നായിട്ട് വളർത്തുന്നുണ്ട്. അതിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ എന്നെ കർത്താവിലേക്ക് അടുപ്പിക്കാനായിട്ട് തരുന്നതാണിതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുപോലെ എൻ്റെ മക്കളെയും എൻ്റെ ജീവിത പങ്കാളിയെയും കർത്താവിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായിട്ട് ഞങ്ങളുടെ ഈ ഉടമ്പടി സഹായിക്കണമേ എന്ന് ഞാൻ കർത്താവിനോട് പരിശുദ്ധ അമ്മ വഴി അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് സാക്ഷ്യങ്ങളുണ്ട്, അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരെ കൂടെ കൊണ്ടുവരാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സാക്ഷ്യങ്ങൾ ഇവിടെ പറയാൻ സാധിക്കില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ മക്കൾ മറ്റു മക്കളും ഞങ്ങൾ വഴി ഉടമ്പടിയിലേക്ക് വരാനിടയായിട്ടുണ്ട്. അവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആർക്കെന്തെങ്കിലും രോഗബുദ്ധിമുട്ട് പറഞ്ഞാൽ ഞാനൊരു അവരുടെ സൂപ്പർവൈസറാണെന്ന് ഓർക്കാതെ ഞാൻ അവർക്ക് മുന്നിൽ മുട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ രോഗാവസ്ഥയുള്ളടത്ത് വിശുദ്ധ തൈലം പരട്ടി കൊടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് സൗഖ്യം കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കണ്ണിൽ. പക്ഷേ സാക്ഷ്യപ്പെടുത്താൻ അവരെന്നോട് സാക്ഷ്യം പറയാത്തതുകൊണ്ട് എനിക്ക് സാധിക്കില്ല. മാത്രമല്ല അവരിവിടെ വരാൻ തയ്യാറാകാതെ ആ സാക്ഷ്യങ്ങളൊന്നും എനിക്ക് പറയാൻ നിവൃത്തിയില്ല. പക്ഷേ എനിക്ക് ഓരോ ദിവസവും എനിക്കറിയാം, ഞാൻ ഈ ഇവിടെ എൻ്റെ കസേരയിലിരിക്കുമ്പോൾ കർത്താവാണ് എൻ്റെ കസേരയിലിരിക്കുന്നത്. കർത്താവിൻ്റെ മുന്നിൽ വെറുമൊരു ദാസിയായി ഞാൻ നിൽക്കുകയാണ്. കർത്താവിനെ വഴി നടത്തണം. എൻ്റെ ബ്രാഞ്ചിനെ കർത്താവാണ് ഭരിക്കുന്നത്, കർത്താവാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ബോധ്യത്തിൽ ഓരോ ദിവസവും ഞാൻ മുന്നോട്ട് പോകുന്നു. അതുപോലെ എൻ്റെ മുന്നിൽ വരുന്ന ഓരോ മനുഷ്യരിലും അവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ ഈശോയെ കൊടുക്കാനൊരു മാർഗം എൻ്റെ മുന്നിൽ തെളിഞ്ഞു കിട്ടുന്നതായിട്ട് എനിക്ക് മനസ്സിലാവും. അവരിലേക്ക് ഞാൻ കൃപാസനത്തിലേക്ക് പത്രം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പത്രം കൊടുക്കും. ഉറപ്പായിട്ടും പോയി ഉടമ്പടി എടുക്കണം, നിങ്ങളുടെ കടബാധ്യത മാറും. ഒരുപക്ഷെ നിങ്ങൾക്ക് ലോൺ തരാൻ എനിക്ക് സാധിച്ചില്ല എന്ന് വരാം. പക്ഷേ കർത്താവ് നിങ്ങളുടെ കടത്തിന് പരിഹാരം തരും, നിങ്ങളുടെ കുടുംബത്തിലെ വിഷയങ്ങൾക്ക് പരിഹാരം തരും. ഞാൻ എൻ്റെ മുന്നിൽ വരുന്നവരോട് വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കും. അത് ആർക്കും ഇഷ്ടപ്പെടില്ല പൊതുവെ എന്നാണ് വെപ്പെങ്കിലും എനിക്കത് ചോദിക്കണമെന്ന് തോന്നും. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ കുറയുമെന്നും അതിന് പരിഹാരം കിട്ടുമെന്നുമുള്ള ഒരു ബോധ്യം കർത്താവ് അമ്മയിലൂടെ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കാറുണ്ട്. അവരുടെ സങ്കടങ്ങൾ പരിഹാരമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധി ഞാൻ ചൂണ്ടിക്കാണിക്കാറുമുണ്ട്. എനിക്ക് കർത്താവിന് കൊടുക്കാനുള്ളൊരു തീക്ഷ്ണത എനിക്കിപ്പോഴുണ്ട്. എവിടെയാണൊരവസരം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയെപ്പറ്റി പറയാൻ, അമ്മ ആരാണെന്ന് പറയാൻ, അവരവസരം എന്താണെന്ന് ഞാൻ നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ ആത്മീയമായിട്ട് കൂടുതൽ വളർത്തണമെന്ന് ഞാൻ ഈശോയുടെ പരിശുദ്ധ അമ്മ വഴി അപേക്ഷിക്കുന്നു. എൻ്റെ കുടുംബത്തിലെ ഓരോ മക്കളെയും, എൻ്റെ ജീവിത പങ്കാളിയുടെയും എൻ്റെയും കുടുംബത്തിലെ എല്ലാ മക്കളെയും ഉടമ്പടിയിലേക്ക് കൊണ്ടുവരണമെന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. അതുപോലെ ഒരു ചെറിയ കാര്യം, എനിക്ക് ശാരീരികമായ സാക്ഷ്യങ്ങളെ അത്ര വലുതായിട്ട് കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഞാൻ ചോദിക്കാതെ തന്നെ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തന്ന മറ്റൊരു ചെറിയ സാക്ഷ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ചെറുപ്പം തൊട്ട് ട്രാവൽ സിക്നസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ യാത്ര ചെയ്താൽ അരമണിക്കൂർ ബസ് യാത്ര ചെയ്താൽ പോലും എനിക്ക് ഭയങ്കരമായ തലവേദനയുണ്ടാകും, തല ചുറ്റലുണ്ടാവും, പിന്നെ ഒരു പാതി മയക്കത്തിൽ പോലെയായിരിക്കും. പിന്നെ ഞാൻ രാവിലെ ആണെങ്കിൽ വൈകുന്നേരം വരെ എനിക്ക് ബോധമില്ലാത്ത പോലെ ഒരു അവസ്ഥയായിരിക്കും. എനിക്ക് ജോലിയിൽ ശ്രദ്ധ കിട്ടില്ല, ചെയ്യുന്നതിൽ തെറ്റുകൾ സംഭവിക്കും. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് ചെറുപ്പം തൊട്ട്. പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഇപ്പം മണിക്കൂറുകൾ യാത്ര ചെയ്താലും അങ്ങനെ ഒരു ക്ഷീണം എനിക്കില്ല. ഞാനത് മറന്നുപോയി. അങ്ങനെ ജന്മനാ ഉള്ള ആ ശീലത്തിൽ നിന്ന് കർത്താവ് എനിക്ക് അമ്മ വഴി വിടുതൽ തന്നു. ഇനി എൻ്റെ മക്കൾ ഉടമ്പടിയിലേക്ക് അധികം വന്നിട്ടില്ല, അവർക്ക് ഒരുപാട് കൃപകൾ കിട്ടിയിട്ടുണ്ട്. അവർ ഈ അൾത്താരയിൽ ഞങ്ങളോടൊപ്പം നിർത്തി സാക്ഷ്യം പറയാനുള്ള കൃപ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തരുമെന്ന പ്രതീക്ഷയോടെ അനേകം മക്കളെ ഈശോയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ഒരുക്കണമെന്ന പ്രാർത്ഥനയോടെ ഞങ്ങളുടെ സാക്ഷ്യം ചുരുക്കിയാണ്. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, ഞങ്ങളുടെ കാരുണ്യപ്രവൃത്തികൾ എൻ്റെ മുന്നിൽ ലോണിന് വരുന്ന മക്കളിലൂടെ ഒരുപാട് ആവശ്യക്കാരെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരെയും സഹായിക്കാൻ എനിക്ക് സാധിക്കില്ല, എങ്കിലും ജെന്യുവിനാണ് എന്ന് തോന്നുന്ന ചിലരെയൊക്കെ സഹായിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്.
പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പത്രം വിതരണം ചെയ്യുന്ന ഞങ്ങൾ ഒരുമിച്ചാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പൊതുനിരത്തിൽ നിന്നാണ് ഞങ്ങൾ പത്രം കൊടുക്കാറ്. വീടുകൾ തോറും കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങളുടെ ജോലിയുടെ പ്രത്യേകത കൊണ്ട് ഞങ്ങൾക്ക് അധികം സമയം കിട്ടാറില്ല. അതിന് ഞങ്ങൾ കർത്താവിനോട് മാപ്പപേക്ഷിക്കുകയാണ്. ഞങ്ങൾ കൊടുക്കുന്ന ഒരു പത്രം പോലും നഷ്ടപ്പെടാതെ, ഒരു പത്രത്തിന് ഒരാൾ വെച്ചെങ്കിൽ ഈശോയിലേക്ക് വരണം, ഈശോയെ അറിയണം, അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്നവരാകണം. ഒരു കുട്ടി ആത്മഹത്യ വക്കിൽ നിൽക്കുന്ന ഒരാൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന പത്രം അവൻ്റെ ജീവിതം തിരിച്ചു കൊടുത്താൽ അവൻ ഈശോയെ ഒരിക്കലും മറക്കില്ല. അവനിലൂടെ ഒരു കുടുംബം രക്ഷപ്പെടും. അവൻ അനേകം പേർക്ക് സാക്ഷിയാകും. അവൻ അനേകർ ഈശോയിലേക്ക് അടുപ്പിക്കും. ഇനി ഒരു മദ്യപാനി അല്ലെങ്കിൽ ഒരു കലഹപ്രിയൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിച്ച് അവൻ ഈശോയെ അറിയാൻ ഇടവന്നാൽ ഒരു നാട് തന്നെ നന്നാവും. അങ്ങനെ ഈശോയെ പ്രഘോഷിക്കാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥനയോടെ ഞങ്ങളുടെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം.